ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം 4 മണി തൊട്ട് നൈറ്റ് 10 മണി വരെയുള്ള റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വൈകുന്നേരം 4 മണിക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരും. സ്കൂളും മദ്രസെല്ലാം അടുത്തായ കൊണ്ട് കുട്ടികൾ ഞാൻ തന്നെ കൊണ്ടാക്കൽ കൂട്ടലല്ലോ. നമ്മളെ പുറത്തുനിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും സ്കൂലും മദ്രസെല്ലോ. അങ്ങനെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്ന പിന്നെ ഞാൻ അസർ നിസ്കരിച്ചിട്ട് കുട്ടികളെ ലഞ്ച് ബോക്സെല്ലാം കവാനിട്ട് കുട്ടികൾ രണ്ടാൾ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ടാകുമ്പോഴേക്ക് അവർക്ക് ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ആക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് കുട്ടികൾ മാഗി ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് മാഗി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു മുട്ട ഇട്ടിട്ട് ചിക്കിയെടുത്ത് ചിക്കി എടുത്ത മുട്ടേനെ മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് കട്ടാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് ഞാനിവിടെ ഉള്ളി, തക്കാളി, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് പിന്നെ പച്ചമുളക് ഇത്ര വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി. ഇനി ഇതിനെ 1 മിനിറ്റ് മൂടി വെക്കാം. 1 മിനിറ്റ് മൂടി വെച്ച പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് നല്ലോണം മിക്സാക്കുക. ഇനി ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് 2 പാക്കറ്റ് മാഗി മസാല ഇട്ടിട്ട് മിക്സാക്കുക. രണ്ട് മാഗിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് മൂടി വെക്കുക. ഇത് തിളക്കുമ്പോഴേക്ക് മറ്റേ സ്റ്റൗവിൽ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ച് മാഗിക്കുള്ള വെള്ളം തിളച്ച പിന്നെ അതിലേക്ക് 2 കഷ്ണം മാഗി ഇട്ടിട്ട് 1 മിനിറ്റ് മൂടി വെച്ച് മറ്റേ സൈഡ് ചായക്ക് വെച്ച വെള്ളം തിളച്ച് അതിലേക്ക് ചായപ്പൊടിയും പഞ്ചാര ഇട്ട് കൊടുത്ത് മാഗി ഒരു സൈഡ് വെന്തിന് ഇനി അതിനെ തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് മൂടി വെക്കുക. ഇപ്പോൾ 1 മിനിറ്റ് മൂടി വെച്ച പിന്നെ മാഗി കറക്റ്റായിട്ട് വെന്തിന് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചിക്കി വെച്ച മുട്ട ഇട്ടിട്ട് അതിനെ മിക്സാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ മാഗി തണിഞ്ഞിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ കുട്ടികളും ഞാനും ചായ കുടിച്ച് എന്നിട്ട് ഞാൻ പാത്രത്തിൽ കയറ്റി വെച്ച് കുട്ടികൾ കുറച്ച് നേരം TV നോക്കി. പിന്നെ മോളെ മദ്രസക്ക് കൊണ്ടാക്കി. ബാക്കിലിരുന്നത് മോളെ ഫ്രണ്ട്. രണ്ടാളും ഒന്നിച്ചിട്ടേ മദ്രസക്ക് പോകുന്നത്. അങ്ങനെ മോളെ മദ്രസക്ക് കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് തിന്ന് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതി. ഹസ്ബൻഡിൻ്റെ ബ്രദറും വൈഫും കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ ചിക്കൻ മന്തി ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കയറ്റി വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. അതിനൊരു വലിയ പാത്രമൊക്കെ ഇട്ടിട്ട് ഫോർക്കിൽ ഇങ്ങനെ കുത്തി കൊടുത്ത് ഇനി അതിലേക്ക് 3 മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി കട്ടാക്കിയതും 1 പിടി മല്ലിച്ചപ്പും കുറച്ച് പുതിനച്ചപ്പും 1.5 സ്പൂൺ കുരുമുളകും 2 സ്പൂൺ ചെറിയ ജീരകം 1.5 സ്പൂൺ പെപ്പർ പൗഡർ കുറച്ച് മന്തി മസാല ഒരു 4-5 ചിക്കൻ ക്യൂബ്. എനിക്ക് ചിക്കൻ ക്യൂബ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ മാഗി ക്യൂബ് ഇട്ടത്. ചിക്കൻ ക്യൂബ് പിന്നെ മാഗി ക്യൂബ് ഇടുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് ഇടണം. ഞാൻ ഫസ്റ്റ് 4 ക്യൂബ് ഇട്ട് ഉപ്പ് മതിയായിട്ടില്ല. പിന്നെ വാപ്പസ് 2 ക്യൂബ് ഇട്ട് അങ്ങനെ ടോട്ടൽ 6 മാഗി ക്യൂബ് ഇട്ട്. അങ്ങനെ മാഗി ക്യൂബ് ഇട്ട പിന്നെ കുറച്ച് ഫുഡ് കളർ വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതിനെ നല്ലോണം മിക്സാക്കി. ഇനി കുറച്ച് സൺപ്യൂർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺപ്യൂർ ഓയിൽ കുറച്ച് ജാസ്തി തന്നെ വേണം. ഒരു 2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെല്ലാം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസ് എടുത്തിന്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ 1 മണിക്കൂർ മൂടി വെക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിന് ഇനി മസാല പെരക്കി ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ട് മറ്റേ സൈഡ് റൈസിന് വെള്ളം തിളക്കാൻ വെച്ച് മന്തിക്ക് തക്കാളി ചട്നി ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ പിന്നെ 3 പച്ചമുളക് കട്ടാക്കിയത് ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുത്ത്
എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ഇട്ടിട്ട് മിക്സാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് 2 മിനിറ്റ് മൂടി വെക്കുക. ഇപ്പോഴത്തെ റൈസിന് വെച്ച വെള്ളം തിളച്ചിന്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പ്, 1 ചക്ക, 3 ലവംഗ, കുറച്ച് കുരുമുളക്, 1 ബിരിയാണി ലീവ്സ്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി. എന്നിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് ബാസുമതി റൈസ് ഇട്ടിട്ട് അതിനെല്ലാം മിക്സാക്കിയിട്ട് മൂടി വെച്ച്. ഞാൻ 3 അടുപ്പത്ത് ഓരോന്ന് വെച്ച കൊണ്ട് കുക്കിംഗ് എല്ലാം വേഗം ആവുന്നുണ്ട്. ചിക്കനെല്ലാം ഒരു സൈഡ് ഫ്രൈ ആയിന്. ഇനി അതിനെല്ലാം തിരിച്ചിടാം. ഇപ്പോൾ തക്കാളി ചട്നിക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം കുറച്ച് വെന്തിന്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സാക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കറിവേപ്പില ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണിയാൻ വെക്കുക. റൈസ് ഫുള്ളായിട്ട് വേവാൻ പാടില്ല, ഒരു 3/4 വെന്താൽ മതി. ഇനി അതിനെ ഒരു ഓട്ടപാത്രമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം ഊരിയ പിന്നെ ഫ്രൈ ആക്കിയ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത്. ഓട്ടപാത്രം ചെറുതായ കൊണ്ട് ഞാൻ 2 പ്രാവശ്യം റൈസ് ഇട്ടിട്ട് അതിനെ ഊറ്റിയെടുത്തിട്ട് ഫ്രൈ ആക്കിയ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത്. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കുത്തി വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത്. സ്മോക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് കണൽ വെച്ചിട്ട് കുറച്ച് തേങ്ങെണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച്. സ്മോക്ക് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂടിൻ്റെ മേലെ വെയിറ്റ് വെച്ച്. തക്കാളി ചട്നിക്ക് ഉള്ളി തക്കാളി ബാട്ടിയത് തണിഞ്ഞിന്. ഇനി ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. മയോനൈസ് ആക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിൽ 1 മുട്ട, 1 അരി വെള്ളുള്ളി, 1/4 സ്പൂൺ പഞ്ചാര, 1 നുള്ളു ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനെ അരച്ചെടുക്കുക. മയോനൈസ് തിക്കാകുന്നത് വരെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനെ അരച്ചെടുക്കണം. അങ്ങനെ 3 പ്രാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അരച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടീന്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. മറ്റൊരു ബൗളിലേക്ക് തക്കാളി ചട്നി ഇട്ട് കൊടുത്ത്. ഇപ്പോൾ മന്തിക്കുള്ള മയോനൈസും തക്കാളി ചട്നിയെല്ലാം റെഡിയായി. ഇനി ദമ്മിന് വെച്ചിട്ടുണ്ടായ മന്തിൻ്റെ റൈസിനെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. ഇനി അടിയിലുള്ള ചിക്കനെല്ലാം വേറൊരു പാത്രമൊക്കെ ഇട്ടിട്ട് റൈസെല്ലാം ചിക്കൻ ഫ്രൈ ആയ മസാലക്ക് മിക്സാക്കി കൊടുക്കുക. മിക്സ് ആക്കുമ്പോൾ നല്ല സ്മൂത്തിലാക്കണം, അല്ലെങ്കിൽ റൈസെല്ലാം പൊടിയാവും. ചിക്കൻ ഫ്രൈ ആക്കിയ മസാലക്ക് റൈസ് മിക്സ് ആക്കിയ പിന്നെ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ച് റൈസ് ഇട്ടിട്ട് മിക്സ് ആക്കുക. എല്ലാ റൈസും ഒന്നിച്ചിട്ടിടാൻ പാടില്ല, കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ആക്കണം. അങ്ങനെ റൈസെല്ലാം മിക്സ് ആക്കിയ പിന്നെ റൈസിൻ്റെ മേലേക്ക് ഫ്രൈ ആക്കി ചിക്കൻ ഇട്ട് കൊടുത്ത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും ഡിന്നർ കഴിച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.